പോകുന്നത് പാലക്കാട്ടേക്കാണ്. അനധികൃത ലോൺ ആപ്പ് കെണിയിൽ കുരുങ്ങി 5 വർഷത്തിനിടെ പാലക്കാട് മാത്രം ജീവനൊടുക്കിയത് 9 പേരാണ്. കോവിഡ് കാലത്ത് സജീവമായ അനധികൃത ലോൺ ആപ്പുകൾ പോലീസ് നീക്കിയിരുന്നെങ്കിലും കഴിഞ്ഞ നവംബറോടെ വീണ്ടും സജീവമായി. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ അനധികൃത ലോൺ ആപ്പിൽ നിന്നാണ് മേനോൻപാറ സ്വദേശി അജീഷിന് ഭീഷണി വന്നതെന്നും പോലീസ് സംശയിക്കുന്നു. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, ഈ അജീഷിന്റെ മരണത്തിന് പിന്നാലെ കാര്യമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോൺ ആപ്പിൽ നിന്ന് ആളുകൾ ഇപ്പോഴും പണമെടുക്കുന്നത് തുടരുന്നു എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര കണ്ട് ഈ ലോൺ ആപ്പിൽ പെട്ടുപോയ ആളുകൾ പാലക്കാട് ഇപ്പോഴും ഉണ്ട്? ഈ അജീഷിന്റെ കേസിൽ മാത്രം സവിശേഷമായ അന്വേഷണം ഏതെല്ലാം രീതിയിൽ നടക്കുന്നുണ്ട്? സൈഫുദ്ദീൻ, ഈ അനധികൃത ലോൺ ആപ്പുകൾ അത് പൂർണ്ണമായി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. പലതും വിദേശത്ത് നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മറ്റു പലതും ഉത്തരേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നവയാണ്. ഇത്തരം കെണിയിൽപ്പെടുന്ന നിരവധി ആളുകൾ ഉണ്ട്. അത് കോവിഡ് കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആളുകൾക്ക് മറ്റ് ജോലിയും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഇത് വലിയ തോതിൽ ഈ സജീവമായത്. അങ്ങനെ നിരവധി ആളുകൾ കുടുങ്ങിയിരുന്നു. അതിൽ പലതും ഈ മെറ്റയുടെയും ഗൂഗിളിൻ്റെയും എല്ലാം സഹായത്തോടു കൂടി ഈ പോലീസ് നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ നവംബർ, അതായത് 2025 നവംബറോട് കൂടി വീണ്ടും ഇത്തരം ആപ്പുകൾ സജീവമായി എന്നാണ് പോലീസ് പറയുന്നത്, സൈബർ പോലീസ് പറയുന്നത്. പാലക്കാട് ജില്ലയിൽ മാത്രം 5 വർഷത്തിനിടെ 9 പേരാണ് ഈ ലോൺ ആപ്പിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത്. പണ്ട് ഈ വട്ടിപ്പലിശക്കാരും മറ്റും ഈ ഭീഷണിപ്പെടുത്തലാണെങ്കിൽ ഇപ്പോൾ അത് ഓൺലൈൻ വഴിയുള്ള ഭീഷണിപ്പെടുത്തലാണ്. ഇതിൽ പ്രധാനമായും ഈ മോർഫ് ചെയ്ത വീഡിയോ, നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കും എന്നുള്ളതാണ്. ഈ ലോൺ ആപ്പിൽ നിന്ന് പണം എടുക്കുന്നതോട് കൂടി നമ്മുടെ ഫോണിലേക്ക് മുഴുവനായി അവർക്ക് പ്രവേശിക്കാനുള്ളൊരു അനുമതി കൂടിയാണ് നൽകുന്നത്. അങ്ങനെ നമ്മുടെ വാട്സപ്പ് ലിസ്റ്റിലുള്ള ആളുകൾ, കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളുടെ എല്ലാം തന്നെ നമ്പറുകൾ ഇങ്ങോട്ട് അയച്ചു തരികയാണ്. അതിൽ സ്വന്തം മക്കളുടെയും സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടേതും അടക്കം ഉണ്ടാകും. ഇത്തരം ആളുകൾക്ക് ഈ ലോൺ എടുത്ത ആളുകളുടെ നഗ്ന ദൃശ്യങ്ങൾ അയച്ചു നൽകും, അത് മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ അയച്ചു നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അതിൽ ഭയന്നുകൊണ്ടാണ് പലരും വീണ്ടും പണം അയക്കുന്നത്. ഒരു ലോൺ ആപ്പിൽ നിന്ന് ഈ പണം വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ വേണ്ടി മറ്റൊരു ലോൺ ആപ്പിൽ നിന്ന് വായ്പയെടുത്ത് അങ്ങനെ കുടുങ്ങിപ്പോയ നിരവധി ആളുകളുണ്ട്. അത് ഒരു കാലത്ത് വലിയ സജീവമായിരുന്നു. നമ്മൾ ഒരുപാട് വാർത്തകൾ നൽകിയിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും അത് സജീവമാകുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. ഈ മേനോൻപാറ സ്വദേശി അജീഷിന് ഭീഷണി സന്ദേശം വന്നത് ഓൾ ഇന്ത്യ തലത്തിൽ ഇത്തരം ഒരു സൈബർ ക്രൈം കോർഡിനേഷൻ നടക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസുകൾ, സൈബർ പോലീസുകൾ തമ്മിൽ ഈ ഒരു കോർഡിനേഷൻ വിഭാഗം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ ലോൺ ആപ്പിൽ നിന്നാണ് ഭീഷണി വന്നത് എന്നാണ് സൈബർ പോലീസ് പ്രാഥമികമായി കണക്കാക്കുന്നത്. സൈഫുദ്ദീൻ, അപ്പോൾ അജീഷിന്റെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് സാജിദ് വിശദീകരിച്ചത്. കൊഴിഞ്ഞാമ്പാറ പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ബന്ധുക്കളിൽ നിന്നും അജീഷിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ ലോൺ ആപ്പുകളിൽ നിന്ന് ഭീഷണി സന്ദേശങ്ങൾ വന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനയ്ക്കായി ഫോണ് സൈബർ ക്രൈം വിഭാഗത്തിന് ഇന്ന് കൈമാറും. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ലോൺ ആപ്പിന്റെ ഭീഷണി മൂലം അജീഷ് ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി.